നമസ്കാരം. അടിക്ക് തിരിച്ചടി. മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് താലിബാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കാബൂൾ ഇറാനിൽ മോദി സർക്കാർ പണിത ചബഹാർ തുറമുഖത്തെ പിന്തുണച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ രംഗത്തെത്തി. ചൈനയ്ക്കും പാകിസ്ഥാനും താലിബാന്റെ ഈ നിലപാട് തിരിച്ചടിയായിരിക്കുകയാണ്. ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ച ചബഹാർ തുറമുഖത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് താലിബാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുംബൈ റഷ്യയുമായി ബന്ധപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് ചബഹാർ. ഈ പാത ഇറാൻ വഴി അസർബൈജാനിലൂടെ റഷ്യയിലേക്ക് എത്തുന്നതാണ്. 400 കോടി രൂപ ചെലവിലാണ് ഈ തുറമുഖം ഇന്ത്യ നിർമ്മിച്ചത്. ചബഹാർ നിൽക്കുന്ന പ്രദേശത്ത് കുഴപ്പമുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇതിനെതിരെ ഒരു കുഴപ്പവും ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ താലിബാൻ പറഞ്ഞു. ഇറാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാന് തൊട്ടടുത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, മധ്യേഷ്യൻ രാജ്യങ്ങളായ തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ചബഹാർ വഴി തുറക്കുന്നു. അതേസമയം പാകിസ്ഥാനെ ഒഴിവാക്കുകയും ചെയ്യാം. ഇതോടെ ചൈന കോടികൾ മുടക്കി പാകിസ്ഥാനിൽ നിർമ്മിച്ച ഗ്വാദാർ തുറമുഖത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഇരു രാജ്യങ്ങളും ചബഹാറിനെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സ് വെച്ചാൽ കാശിയിൽ നിന്നും കഷാർ, അതായത് ഇറാനിലെ ഒരു നഗരം, തമ്മിലുള്ള ദൂരം വെറും അരച്ചുവട് മാത്രമാണ് എന്ന് ചബഹാർ തുറമുഖം യാഥാർത്ഥ്യമാക്കിയപ്പോൾ മോദി ഗാലിബിന്റെ ഈ കവിത ഈരടി ചൊല്ലിയത് ഓർക്കുന്നു. അതേസമയം ഈ കഴിഞ്ഞ മെയ്യിലാണ് ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം ഇന്ത്യ ഏറ്റെടുത്തത്. തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചിരുന്നു. 10 വർഷത്തെ നടത്തിപ്പിനുള്ള കരാറിനാണ് ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത്. ചബഹാർ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ സഹായങ്ങൾ നൽകിയിരുന്നു. 2018 തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇന്ത്യ 6 ക്രെയിനുകൾ നൽകി സഹായിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെയാണ് കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടാൻ ധാരണയായത്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിനും ചരക്ക് നീക്കത്തിനും ചബഹാർ തുറമുഖം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 2016 ഇന്ത്യ ഭാഗികമായി ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പുവെച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു ഇതിന് ധാരണയായത്. ഇതോടെ 2018 ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ത്രിരാഷ്ട്ര കരാർ പ്രകാരം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. 2003 വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇറാനുമായുള്ള ചർച്ചകൾ ഭാരതം ആരംഭിക്കുന്നത്. എന്നാൽ പിന്നീട് UPA സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതിക്ക് തടയിടുകയായിരുന്നു. തുടർന്ന് 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യക്ക് തന്ത്രപ്രധാനമാകുന്ന പദ്ധതി പുനരാരംഭിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.